നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഭാഗം 51. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 51. ഇപ്പോൾ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 6-ാം അധ്യായത്തിലെ 68-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അപ്പോൾ 67-ാമത്തെ ശ്ലോകം ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാൽ ഭോജയേൻ മധുപായസൈദധ്യാ സുവർണം ധേനും ച വ്രതപൂർണത്വഹേതവേ. ഈ സപ്താഹയജ്ഞം കഴിഞ്ഞാൽ ഒരു 12 ബ്രാഹ്മണരെ വിളിച്ച് മൃഷ്ടാന ഭോജനം കൊടുത്ത് അവർക്ക് വസ്ത്രം, ധനം, പശുദാനം മുതലായവയൊക്കെ ചെയ്ത് നമസ്കരിക്കണം. എന്നാലേ അതിൻ്റെ പൂർണ്ണ ഫലമാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതാരും ചെയ്യാറില്ല, മനസ്സുകൊണ്ടെങ്കിലും ചെയ്യണം. അപ്പോൾ ഇനി വരുന്ന 68, 69, 70, 71 4 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോകണം. ശക്തോ ഫലത്രയമിതം സ്വർണസിംഹം വിദായജാം തത്രാസ്യ പുസ്തകം സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം സംപൂജ്യ വാഹനാദൈസ്തദ് ഉപചാരേ സദക്ഷിണം വസ്ത്രഭൂഷണഗന്ധാദേ പൂജിതായ യദാത്മനെ ആചാര്യായ സുധീർദത്വാ മുക്തൻ സ്യാദ് ഭവബന്ധനൈഃ ഏവം കൃതേ വിധാനേ ച സർവപാപനിവാരണേ. ഫലദം സ്യാൽ പുരാണം തു ശ്രീമദ്ഭാഗവതം ശുഭം ധർമാർത്ഥകാമമോക്ഷാണാം സാധനം സ്യാന്ന സംശയാം. ഒരിക്കൽ കൂടി പറയാനും ചെയ്യാം. ശക്തോ ഫലത്രയമിതം സ്വർണസിംഹം വിധായ ച തത്രാസ്യ പുസ്തകം സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം സംഭൂജ്യ വാഹനാദൈസ്തദ് ഉപചാരേ സദക്ഷിണം വസ്ത്രഭൂഷണഗന്ധാദേ പൂജിതായ യഥാത്മനെ ആചാര്യായ സുധീർദത്വാ മുക്തഃ സ്യാദ് ഭവബന്ധനേ ഏവം കൃതേ വിധാനേ ച സർവപാപനിവാരണേ. ഫലദം സ്യാത് പുരാണം തു ശ്രീമദ്ഭാഗവതം ശുഭം ധർമാർത്ഥകാമമോക്ഷാണാം സാധനം സ്യാന്ന സംശയാം. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതാണ് നമ്മൾക്ക് അറിയാതെ കൊണ്ട് പോകുന്നത്. എന്താ, ധനശക്തി ഉണ്ടെന്ന് വരികിൽ 3 ഫലം സ്വർണം കൊണ്ട് സിംഹാസനം നിർമ്മിക്കണം. അപ്പോൾ ഈ ഫലം എന്ന് പറഞ്ഞാൽ എന്താ, പണ്ടത്തെ ഒരു കണക്കാണ്. ഫലം റാത്തൽ, 4 ഫലം 1 റാത്തൽ, 2 റാത്തലാണ് ഒരു കിലോന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ എല്ലാ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, വേണ്ട പ്രൊഫഷയിലേ. അപ്പോൾ പിന്നെ ഇവിടെ പറയണു, അപ്പോൾ സിംഹാസനം നിർമ്മിക്കണം എന്ന് പറഞ്ഞു. 3 ഫലം സ്വർണം കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ ഫലം എന്ന് പറഞ്ഞാൽ 16 ഉഴുന്നുമണി തൂക്കമുള്ള സ്വർണത്തെയാണ് ഒരു സ്വർണം എന്ന് പറയും. അങ്ങനെ ഫലം സുവർണാശ്ചത്വാര എന്ന പ്രമാണപ്രകാരം 64 ഉഴുന്നുമണി തൂക്കം ഒരു ഫലം. എത്ര? 64 ഉഴുന്നുമണികൾ തൂക്കിയാൽ എത്രയുണ്ട്? അതാണ് ഒരു ഫലം. അങ്ങനെ 3 ഫലമാകുമ്പോൾ 192 ഉഴുന്നുമണി തൂക്കമുള്ള സ്വർണം കൊണ്ടാണ് സിംഹാസനം നിർമ്മിക്കേണ്ടത്. ഇനി സ്വർണ്ണ സിംഹാസനം ഉണ്ടാക്കിയാൽ നല്ല കയ്യക്ഷരത്തിൽ ഭാഗവതം പകർത്തി എഴുതുക. ഭാഗവത ശ്ലോകങ്ങൾ മുഴുവൻ പകർത്തി എഴുതുക, വള്ളി പുള്ളി വിടാതെ കണ്ട്. അത് ഭക്തിയായി എഴുതിയുണ്ടാക്കിയ ഭാഗവത ഗ്രന്ഥം വെച്ച് ആവാഹനാദി വിധിപ്രകാരം ഭഗവാനെ ആവാഹിക്കുക എന്നുള്ള താന്ത്രിക ചടങ്ങുകളോട് കൂടി നടത്തും. ഷോഡശ ഉപചാരങ്ങളോടുകൂടെ ഗ്രന്ഥപൂജ കഴിക്കണം എന്നാണ്.
ഗ്രന്ഥത്തിന് പഞ്ചോപചാര പൂജ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളെ മാധ്യമമാക്കിയിട്ട് ആകാശം, കാറ്റ്, അഗ്നി, ജലം, ഭൂമി, അതിനാണ് ജലഗന്ധ പുഷ്പ നിവേദ്യാദികൾ. പുഷ്പം അർച്ചിച്ചാൽ പിന്നെ എന്താണെന്നാ പറയുക, കാറ്റിനെ പോലെയായി എന്നാണ് പറയുക. പിന്നെ ധൂപം ഭൂമിയാണ്. പിന്നെ വിളക്ക് ആണ് പിന്നെ എന്താണെന്നാ പറയുക, അഗ്നി. മനസ്സിലായില്ലേ? അപ്പോൾ പഞ്ചോപചാര എന്ന് പറഞ്ഞാൽ ജലഗന്ധ പുഷ്പ നിവേദ്യാദികൾ, പുഷ്പം ഒരു ഇതുണ്ട്. എന്നാൽ ഷോഡശ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ആവാഹനം ചെയ്യുക, ഇരുത്തുക, ആചമനത്തിന് തീർത്ഥം കൊടുക്കുക, അതായത് വെള്ളം കൊടുക്കുക, സ്നാനം ചെയ്യിപ്പിക്കുക, ദേവീ ദേവന്മാരെ സ്നാനം ചെയ്യിപ്പിക്കുക, തുടയ്ക്കുക, പിന്നെ ചന്ദനാദികൾ പൂശുക, പിന്നെ നല്ല വസ്ത്രങ്ങൾ ഉപചാരപൂർവം അണിയിക്കുക, പിന്നെ അലങ്കാരങ്ങൾ, മാലകൾ, പൂമാലകളും സ്വർണ്ണമാലകളും എല്ലാം വേണം. അതൊക്കെ കഴിഞ്ഞ് സിംഹാസനം കൊടുക്കുക ഇരിക്കാൻ, എന്നിട്ട് കൊട കൊടുക്കണം, ഛത്രം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആചമനം, നിവേദ്യം കഴിഞ്ഞാൽ ആചമനം വേറെ വേണം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? വാസനപ്പാക്കോട് കൂടിയിട്ട് ചുണ്ണാമ്പൊക്കെ തേച്ച് നല്ല വെറ്റിലപ്പാക്ക് ചവയ്ക്കാൻ കൊടുക്കണം എന്നാ. അത് കഴിഞ്ഞ് എന്ത് വേണം? നന്നായിട്ട് വീശി സുഖമായിട്ട് ഇരുത്തുക. ഇങ്ങനെയാണ് പിന്നെ ചുരുക്കത്തിൽ ഷോഡശ സംസ്കാരം എന്ന് പറയാം. എളുപ്പമുള്ള കാര്യമല്ല. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരെ പ്രത്യക്ഷത്തിൽ ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? പിന്നെ ആവാഹനാദികളായ വിധാനപ്രകാരം, വിധാനം എന്നാണ്, വിധിപ്രകാരം വിധാനം, അലങ്കാരത്തോടു കൂടി ഷോഡശോപചാരങ്ങളോടുകൂടി ഗ്രന്ഥപൂജ കഴിയണം. വസ്ത്രാലങ്കാര ചന്ദന ലേപനാദികളാൽ അലങ്കരിപ്പിച്ചും ജിതേന്ദ്രിയനുമായിരിക്കുന്ന ആചാര്യനെ വസ്ത്ര അലങ്കാര ചന്ദന ലേപനാദി അലങ്കരിപ്പിച്ചും ജിതേന്ദ്രിയനുമായിരിക്കണം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ അത് വേണം ഇത് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവരുത്. ആ കൂട്ടാൻ ഇഷ്ടമല്ല, ഈ കൂട്ടാൻ ഇഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരാവരുത്. ഇരിക്കണതിൻ്റെ മുമ്പ് കൂളർ വേണമെന്ന് പറയുന്ന ആചാര്യനാവരുത്. കാരണം ശീതോഷ്ണങ്ങളെ അതിജീവിക്കുന്നവനാണ് ആചാര്യൻ എന്നാണ്. ഈശ്വരനെ ഷോഡശ സംസ്കാരാദികളെ പ്രീതിപ്പെടുത്തുന്നവൻ വേർത്താലും അവന് പ്രശ്നമില്ല. ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജിതേന്ദ്രനായമായിരിക്കുന്ന ആചാര്യന് ദക്ഷിണയോടുകൂടി ആ സിംഹാസനസിതം ഗ്രന്ഥം ദാനം ചെയ്യണം. എന്നെന്താ ഉണ്ടാവുക? അപ്രകാരം ദാനം ചെയ്യുന്ന ഉദാരബുദ്ധിമാൻ സംസാരബന്ധനങ്ങളിൽ നിന്ന് മുക്തനായി ഭവിക്കും. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന മഹാപ്രായശ്ചിത്ത രൂപമായ സപ്താഹയജ്ഞം. മഹാപ്രായശ്ചിത്തം, അതിനേക്കാൾ വലിയൊരു പ്രായശ്ചിത്തമില്ല. ഇതേപോലെ ദക്ഷിണാദികൾ കൊടുത്ത് ഇപ്രകാരം നോക്കൂ, 20 കൊല്ലം 25 കൊല്ലമൊക്കെ ഓരോരുത്തർ ബെഡ് റിഡൻ ആവുന്നുണ്ട്. അവർക്കൊക്കെ ഇത് ചെയ്തു നോക്കാം. പോയാൽ പോയി, വന്നാൽ വന്നു. ഞാൻ അത്രേ പറയുള്ളൂ. വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താ? മരിച്ച ആളുടെ പേരിലുള്ള സ്വത്ത് നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കണം എന്ന് പറഞ്ഞ തെറ്റല്ലേ? അത് കുറച്ച് ഉദാരമതികൾക്ക്, നല്ല കാര്യങ്ങൾക്ക് ചിലവാക്കിയ എന്താ? അപ്പോഴാണ് അപ്പോൾ മഹാപ്രായശ്ചിത്ത രൂപമായ സപ്താഹയജ്ഞം ഇപ്രകാരം നിർവഹിച്ചാൽ ശോഭനമായ ശ്രീമദ് ഭാഗവതം ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന 4 വിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്ന സാധനമായിരിക്കും. ഗ്യാരണ്ടി ഇടുന്ന സംശയമില്ലാന്നാ, ഉറപ്പാന്നാണ് പറഞ്ഞത്. ആ ഉറപ്പ് വിശ്വാസത്തിലുണ്ടായാൽ അങ്ങനെ അത്തരം ആൾക്കാർ ചെയ്യുന്നവർക്കൊക്കെ ഫലം ശരിയായിട്ടും ഉണ്ടാവും. പ്രംശയിലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സനൽകുമാരന്മാർ പറയുന്നു. കുമാര ഊജുഹു, 72ാമത്തെ ശ്ലോകം. ഇതി തേ കഥിതം സർവം കിം ഭൂയ ശ്രോതുമിച്ഛസി ശ്രീമദ്ഭാഗവതേനൈവ ഭുക്തിമുക്തികരേ സ്ഥിതേ. ഇതി തേ കഥിതം സർവം കിം ഭൂയ ശ്രോതുമിച്ഛസി ശ്രീമദ്ഭാഗവതേനൈവ ഭുക്തിമുക്തികരേ സ്ഥിതേ. ഉള്ളം കയ്യിൽ നെല്ലിക്ക നമ്മൾക്ക് എങ്ങനെ സ്വീകാര്യമാണോ അതേപോലെ ഭുക്തിയും മുക്തിയും തരാൻ കഴിവുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ വാഗ്മയി രൂപമായിരിക്കുന്ന ഭാഗവതം
1,500 ചിലവാക്കിയാൽ 8 വോളിയുള്ള ആഖ്യാനത്തോടു കൂടി പണ്ഡിറ്റ് ഗോപാലൻ നായർ ആഖ്യാനത്തോടു കൂടിയുള്ള ഗ്രന്ഥം നിങ്ങൾക്ക് ഗുരുവായൂരിൽ നിന്ന് കിട്ടും. അത് വായിച്ച് പഠിക്കൂ. ലോകത്തിൽ എന്തൊക്കെ വേണോ അതൊക്കെ ഈ ഭാഗവതം നമുക്ക് തരുന്ന പറഞ്ഞത്. പക്ഷെ പഠിക്കണം. ശാസ്ത്രീയമായ പൊരുളുകളെ ജീവിതത്തിൽ പകർത്തി നോക്കൂ. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം, മോക്ഷം ഉറപ്പാണ്. ധർമാർത്ഥ കാമ മോക്ഷം ഉറപ്പാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം എന്താ പറഞ്ഞത്? ഹേ നാരദ, ഇപ്രകാരം ഞങ്ങൾ അങ്ങയോട് സപ്താഹയജ്ഞത്തെ സംബന്ധിച്ചത് മുഴുവനും പറഞ്ഞു. ഇനി എന്ത് കേൾക്കണം എന്നാണ് ആഗ്രഹം? ശ്രീമദ് ഭാഗവതം കൊണ്ട് തന്നെ ഇഹത്തിലും പരത്തിലും ലഭിക്കേണ്ടതായ സുഖങ്ങൾ കയ്യിലിരിക്കുന്നതായിട്ട് ധരിച്ചുകൊള്ളുക. പിന്നെ അശ്വമേധയാഗോ രാജസൂയോ ചെയ്യണമെന്ന് പറയണില്ല, കുബേരയാഗം ചെയ്യണമെന്നും പറയണില്ല. ശ്രീമദ് ഭാഗവതം വായിച്ചാൽ മതി. അപ്പോൾ കുബേരയാഗം ചെയ്തപ്പോൾ ഞാനും പോയിരുന്നു. എനിക്ക് ബോംബെയിൽ നഷ്ടപ്പെട്ട കുറേ സ്നേഹിതന്മാരെ കാണാൻ പറ്റി. അത് മാത്രമേ ഗുണം. അല്ലാതെ കുബേരനെ പൂജിക്കണമെന്ന് അവിടെയും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല. ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞത് എന്നെ ആശ്രയിക്കുന്നവൻ്റെ ധനത്തെ അപഹരിച്ച് ഞാൻ അവനെ നിർലജ്ജനാക്കും എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലാത്തവനാക്കും. കാരണം ഭഗവത് മുക്തിയേക്കാൾ വലിയ ഒരു അനുഗ്രഹമില്ല. അപ്പോൾ കാശുണ്ടെങ്കിൽ ഭഗവാൻ പിടുങ്ങുന്ന, പിന്നെ എന്തിനാ കുബേരയാഗം ചെയ്യണത്? അപ്പോൾ കുറേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, അത്രേ ഉള്ളൂ ഉദ്ദേശം. ഞാൻ പറയുമ്പോൾ ആർക്കും വിദ്വേഷം ഉണ്ടാവാനല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ 1,500 രൂപയ്ക്ക് ഗ്രന്ഥം വാങ്ങി പഠിച്ച് കിട്ടുന്ന മോക്ഷം കുബേരയാഗം കൊണ്ട് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കുബേരയാഗം എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് പോകാം എന്നല്ലാണ്ട് കാര്യസാധ്യ കുബേരയാഗം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അതിന് സ്ഥായിയായിട്ട് എവിടെയും പ്രമാണമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഉള്ളംകൈയിൽ ആണ് മുക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? വഴിപാടുകളെ കൊണ്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. സഹജീവത്വം ഇല്ലാതെ കണ്ട്, സ്വന്തം കടമകളും കടപ്പാടുകളും പിന്നെ നിറവേറ്റാതെ കണ്ട് ഭഗവാനെ ആരാധിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് സൂതര് പിന്നെ എന്താണെന്നാ പറയുക, ശൗനകാദി ഋഷീശ്വരന്മാരോട് പറയുന്ന ഭാഗത്തിലേക്ക് ആ കഥ പോണത്. സൂതാവാച 73-ാം ശ്ലോകം. ഇത്യുക്ത്വാ തേ മഹാത്മാന പ്രോജുർഭാഗവതീം കഥാം സർവപാപഹരീം പുണ്യം ഭുക്തിമുക്തിപ്രദായിനീം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്യുക്ത്വാ തേ മഹാത്മാന പ്രോജുർഭാഗവതീം കഥാം സർവപാപഹരീം പുണ്യാം ഭുക്തിമുക്തിപ്രദായിനീം പറഞ്ഞു. സൂതൻ പറഞ്ഞു, ഹേ ശൗനക, ഇപ്രകാരം മഹാത്മാക്കളായ അവർ സർവപാപങ്ങളെ നശിപ്പിക്കുന്നതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും ഇഹപരസുഖങ്ങളെ നൽകുന്നതുമായ ഭാഗവത കഥയെ നാരദമുനിയോട് പറഞ്ഞു. അതാണ് ഈ 12 സ്കന്ധത്തിൽ കിടക്കുന്നത്. ശൃണ്വതാം സർവഭൂതാനാം സപ്താഹം നിയതാത്മനാം യഥാവിധി തതോ ദേവം തുഷ്ടു പുരുഷോത്തമം. 74-ാമത്തെ ശ്ലോകം. ശൃണ്വതാം സർവഭൂതാനാം സപ്താഹം നിയതാത്മനാം യഥാവിധി തതോ ദേവം തുഷ്ടു പുരുഷോത്തമം. മനസ്സിനെ പല ദിക്കിലും സഞ്ചരിപ്പിക്കാതെ ഏകത്ര നിർത്തി സപ്താഹപാരായണം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളെയും ഇപ്രകാരം അതിൻ്റെ മാഹാത്മ്യത്തെ ധരിപ്പിച്ച ശേഷം പുരുഷോത്തമനായ ശ്രീകൃഷ്ണനെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. ഒരു കോമ്പൗണ്ട് സെൻറ്റൻസാണ്, എവിടെയും ഫുൾ സ്റ്റോപ്പില്ല. ഒരു 3 വരി 3.5 വരി. മനസ്സിനെ പല ദിക്കിലും സഞ്ചരിപ്പിക്കാതെ, കയറില്ലാത്ത കുരങ്ങനെ പോലെയാ. അപ്പോൾ ബുദ്ധിയാകുന്ന കുരങ്ങനെ കളിപ്പിക്കുന്ന ആൾ ഒരു വടിയും ഒരു ചരടും പിടിക്കണം. ഇവിടെ നിൽക്കുക മനസ്സേ എന്ന് പറയണം. എവിടെ നിൽക്കേണ്ടത്? ഭാഗവത പാതാരവിന്ദത്തിൽ നിൽക്ക് മനസ്സേ. എന്നാൽ എന്താ ഉണ്ടാവുക? സപ്താഹ പാരായണം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളെയും ഇപ്രകാരം അതിൻ്റെ മാഹാത്മ്യത്തെ ധരിപ്പിച്ച ശേഷം, ഇന്നിപ്പോൾ അത് നടക്കണില്ല, അപ്പോൾ ഇവനെ സപ്താഹത്തിന് വെയിറ്റില്ല.
ഈ ഭാഗവത മാഹാത്മ്യം ഭക്തന്മാരെ വായിപ്പിച്ച് കേൾപ്പിക്കാതെ കണ്ട് ഇന്നന്ന ദിവസം ഇന്നന്ന പൂജകൾ നടക്കുന്നു പറഞ്ഞിട്ട് കാശ് പിരിക്കരുത്. തെറ്റാണത്. അപ്പോൾ പുരുഷോത്തമന ശ്രീകൃഷ്ണനെക്കുറിച്ച് സ്വസ്ത്രം ചെയ്തു. എന്താ? തദന്തേ ജ്ഞാനവൈരാഗ്യ ഭക്തീനാം പുഷ്ടതോ പുഷ്ടതാ പരാ താരുണ്യം പരമം ച അഭൂത് സർവഭൂതമനോഹരം. തദന്തേ ജ്ഞാനവൈരാഗ്യ ഭക്തീനാം പുഷ്ടതാ പരാ താരുണ്യം പരമം ച അഭൂത് സർവഭൂതമനോഹരം. വലിയൊരു അതിശയമുള്ള വാക്കുണ്ട് ഇവിടെ പറഞ്ഞത് ജ്ഞാനവൈരാഗ്യ ഭക്തീനാംന. ഇതുവരെ പറഞ്ഞത് ഭക്തിജ്ഞാനവൈരാഗ്യനാംന. ഭക്തി എന്ന സ്ത്രീ വൈരാഗ്യവും പിന്നെ ജ്ഞാനവും വൈരാഗ്യവും രണ്ട് മക്കളെ വയസ്സായിട്ട് കിടക്കണമെന്നാ, ആരോഗ്യമില്ലാണ്ട്. അപ്പോൾ ഇപ്പോൾ ഭാഗവത കഥ കേട്ടോടുകൂടി ജ്ഞാന വൈരാഗ്യ ഭക്തീനാംനായി. അറിവ്, വൈരാഗ്യം, ഭക്തി, സംശുദ്ധമായ ഭക്തി. അപ്പോൾ മനസ്സിനെയും ആനന്ദിപ്പിക്കുവാൻ മതിയായ പരയൗവനം ലഭിച്ചു. മനസ്സിന് ഉദാസീനത വന്നാൽ മനസ്സിന് പ്രായമായി എന്നർത്ഥം. അലർട്ടായാലോ യൗവനായി എന്നാണ്. അപ്പോൾ ഭാഗവതം ഉദാസീനത കൊണ്ട് കേൾക്കണോ അതോ അലർട്ടായിട്ട് കേൾക്കണോ? ശ്രദ്ധിച്ച് കേൾക്കണം, ചെവി തന്ന് കേൾക്കണം എന്നൊക്കെ പറയും. എന്താ ഉണ്ടാവുക? അപ്പോൾ എന്താ ഉണ്ടായത്? നാരദശ്ച കൃതാർത്ഥോ അഭൂത് സിദ്ധേ സ്വിയേ മനോരഥേ പുളകീകൃത സർവാംഗ പരമാനന്ദ സംവൃത. നാരദശ്ച കൃതാർത്ഥോ അഭൂത് സിദ്ധേ സ്വിയേ മനോരഥേ പുളകീകൃത സർവാംഗ പരമാനന്ദ സംവൃത. നാരദരും മനോരഥം സാധിച്ചതിനാൽ കൃതാർത്ഥനും സർവാംഗത്തിലും രോമാഞ്ചത്താൽ വ്യാപിക്കപ്പെട്ടവനും പരമാനന്ദ പരിപൂർണനുമായി ഭവിച്ചു. അപ്പം നമ്മൾക്ക് പരമാനന്ദം പരിപൂർണമാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾക്ക് സർവാംഗങ്ങളിൽ രോമാഞ്ചം ഉണ്ടാവണം. അതിനെന്ത് വേണം? ഭാഗവതത്തിൻ്റെ അർത്ഥം അറിയണം. ഭാഗവതത്തിൻ്റെ അർത്ഥം അറിയാണ്ട് ഒരു ഭാഗത്തും രോമാഞ്ചം ഉണ്ടാവില്ല. വേദന ഉണ്ടാവും. അവിടെ വേദനിക്കണം, ഇവിടെ വേദനിക്കും, ഇത് എപ്പോഴാണ് കഴിയുക, ചാരാൻ ഇവിടെ കസാലില്ല, ഹാംറസ്റ്റ് ഇല്ലാത്ത കസാലയാണ്, അല്ലെങ്കിൽ സ്റ്റൂളാണ്, ഫാനില്ല, ഇങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ട് അടുത്തത് ഏവം ഖതാം സമാകർണ്യ നാരദോ ഭഗവൽ പ്രിയാ പ്രേമഗദ്ഗതയാ വാച താൻ ഉവാച കൃതാഞ്ജലി. 77ാമത്തെ ശ്ലോകം. ഏവം ഖതാം സമാകർണ്യ നാരദോ ഭഗവൽ പ്രിയ പ്രേമഗദ്ഗതയാ വാച താനുവാച കൃതാഞ്ജലി. ഭഗവൽ പ്രിയനായ നാരദൻ ഇപ്രകാരമുള്ള കഥയെ സാദരം കേട്ട ശേഷം ഭക്തി നിമിത്തം തൊണ്ടയിടറി പുറപ്പെടുന്ന വാക്കുകളോടുകൂടെ അഞ്ജലി ബന്ധം ചെയ്തും കൊണ്ട് അവരോട് പറഞ്ഞു. ആരോട്? സനകാദികളോട്. എന്താ പറഞ്ഞത്? നാരദ ഉവാച. 78ാമത്തെ ശ്ലോകം. ധന്യോസ്മി അനുഗ്രഹീതോസ്മി ഭവൽഭി കരുണാപരേ അദ്യ മേ ഭഗവാൻ ലബ്ധ സർവപാപഹരോ ഹരി. ധന്യോസ്മി അനുഗ്രഹീതോസ്മി ഭവദ്ഭി കരുണാപരേ അദ്യ മേ ഭഗവാൻ ലബ്ധ സർവപാപഹരോ ഹരി. നാരദർ പറഞ്ഞത്, കരുണാലുക്കളായ നിങ്ങളാൽ സനകാദികൾ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ധന്യനായി. ആരുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടാലും ധന്യനാവുക? ഭക്തിയുത്തമന്മാരും വിദ്വാൻമാരും ആയിരിക്കണം. അത് തികഞ്ഞവരാണ് ഇവർ. ആര്? സനകാദികൾ. അല്ലാണ്ട് അണ്ടനും കിണ്ടനും തലയ്ക്ക് കൈ വെച്ചുകൊണ്ട് ആയില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത്. ഞാൻ ആരെയും അനുഗ്രഹിക്കാറ് പതിവില്ല. കാരണം എന്താ? അനുഗ്രഹത്തിനൊരു വ്യാപ്തി വേണമെന്നുണ്ടെങ്കിൽ അനുഗ്രഹം സ്വീകരിക്കണ ആൾ ഭാഗവതം അറിഞ്ഞിരിക്കണം. ഭാഗവതത്തെ ആളോട് ഭാഗവതം അറിയാത്ത ആൾക്കാരെ അനുഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നെ പറഞ്ഞു. ഞാൻ പറയുമ്പോൾ വിദ്വേഷം ഉണ്ടാക്കാനല്ല കേട്ടോ. എനിക്കിപ്പോൾ നിങ്ങളൊക്കെ നന്നാവണം എന്ന് പറഞ്ഞ് ഞാൻ കുറേ കൂടി ഓപ്പണായിട്ട് സംസാരിക്കണമെന്ന് മാത്രം.
ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയിൽ നിന്ന് വിശേഷപ്പെട്ട് ഒരു മന്ത്രം ഭാഗവതത്തിലില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ നിങ്ങളുടെ അല്പത്തരം കൊണ്ടാണ് അങ്ങനെ തോന്നിയത്. കാരണം എന്താ, എന്താണ് പരമമായ ഗുരു അഖില ഗുരു ഭഗവൻ നമസ്തേ. അതെ, ഭഗവാൻ നാരായണൻ അഖില ഗുരുവാണ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാഗവതം പഠിക്കാണ്ട് പറ്റുമോ? പഠിക്കണം. അതുകൊണ്ടാണ് നാരദരെ ധന്യോസ്മി അനുഗ്രഹിതോസ്മി ഭവദ്ഭി കരുണാപരേ അദ്യമേ ഭഗവാൻ ദദ്ദേ സർവപാപഹരോ ഹരി. സർവപാപഹരനായിരിക്കുന്ന ഹരിനെ കിട്ടിയ കൂട്ടത്തിൽ തോന്നണം ഭാഗവതം പഠിച്ചാൽ, ഇല്ലെങ്കിൽ പഠിപ്പ് ശരിയായിട്ടില്ല എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞിട്ട് 79ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യേ തബോധനയ വൈകുണ്ഠസ്തയോ യദ കൃഷ്ണ ശ്രവണാദ്യസ്യ ലഭ്യത്തെ. ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യേ തബോധന വൈകുണ്ഠസ്ഥോ യദാ കൃഷ്ണ ശ്രവണാദസ്യ ലഭ്യത്തെ. വൈകുണ്ഠത്തിലുള്ള വിഷ്ണുവിനെ നമ്മൾക്ക് ഭാഗവത സപ്താഹം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ ഭാഗവതം തന്നെ പ്രത്യക്ഷ കൃഷ്ണ ഏവഹയാണ്. ഇതറിയാതെ കണ്ട് ഇനി നമ്മൾ പിന്നെയും പരക്കം പായാണ്. എവിടെ പോയാലാണ് ശാന്തി സമാധാനം കിട്ടുക? അപ്പോൾ ഭാഗവതം തുറന്നു നോക്കിയിട്ടില്ല, ഭാഗവതത്തിൻ്റെ അർത്ഥതലങ്ങൾക്ക് നമ്മൾ താണ ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇവിടെ പറയണു, ഹേ തപോധനന്മാരെ, തപസ് ധനമാക്കി സ്വീകരിച്ചവരെയാണ് തപോധനന്മാരെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മിനിറ്റെങ്കിലും പ്രകൃതിയുടെ ചൂട് അനുഭവിക്കാണ്ട് എയർ കൂളറോ അല്ലെങ്കിൽ എ സിയോ വേണമെന്നുള്ളവർ തപോധനന്മാരല്ല. അവർക്ക് എത്ര ജ്ഞാനം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ഹേ തപോധനന്മാരെ, ഭാഗവത കഥാശ്രവണം സർവധർമ്മങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാരദർ പറയണം. എന്തുകൊണ്ടെന്നാൽ ഭാഗവത ശ്രവണം കൊണ്ട് തന്നെ വൈകുണ്ഠവാസിയ ശ്രീകൃഷ്ണനെ പ്രാപിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ശ്ലോകം. ഏവം ഭ്രുവതി വൈത സൂത ഉവാച. അപ്പോൾ സൂതനാണ് ഇനി പറയണത്. സൂതൻ എന്താ പറഞ്ഞത്? ഏവം ഭ്രുവതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാത ശുഗോ യോഗേശ്വരസ്തദാ. ഏവം ഭ്രുവതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാദാശുഗോ യോഗേശ്വരസ്തദാ. സ്വതം പറയണു, വിഷ്ണു ഭക്തന്മാരിൽ വെച്ച് ഉത്തമനായ നാരദർ ഇപ്രകാരം പറയുമ്പോഴേക്ക് നാലുപാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യോഗേശ്വരനായ ശുഗമുനി അവിടെ വന്നു. അപ്പോൾ ശുഗമുനി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമല്ല അല്ലേ? കാരണം ഈ ഭാഗവതം ദ്വാപര യുഗത്തിൽ പരീക്ഷത്തിനെ കേൾപ്പിച്ചതാരാ? ശുഗബ്രഹ്മർഷിയാണ്. അതുകൊണ്ടാണ് ഏവം ഭ്രുവതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാത ശുഗോ യോഗേശ്വരസ്തദാ. അദ്ദേഹം ആരാ? യോഗേശ്വരനാണ്. വിഷ്ണു ഭക്തന്മാരിൽ വെച്ച ഉത്തമനായ നാരദൻ ഇപ്രകാരം പറയുമ്പോഴേക്ക് നാലുപാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യോഗേശ്വരനായ ശുഗമുനി അവിടെ എത്തി. അപ്പോൾ നാരദരെ പറ്റി ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ടായി, വിഷ്ണു ഭക്തന്മാരിൽ വെച്ച് ഉത്തമൻ. അപ്പോൾ ഒരിക്കലും നാരദരെ ഒരു എന്താണെന്നാ പറയുക, പിന്നെ ഏഷണി കൂട്ടുന്നവനാണെന്ന് പറയരുത്. പറഞ്ഞാൽ പാപമാണ്. അപ്പോൾ ചെയ്ത പാപങ്ങൾക്ക് ഭാഗവതം സാക്ഷിയായിട്ടൊരു 101 ഏത്തിടുക. എപ്പോഴെങ്കിലും കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചങ്ങാതിമാരോട് സംസാരം ചെയ്യുമ്പോൾ ആരേനെങ്കിലും പറ്റി അവൻ നാരദനെ പോലെയാണ്, അവൾ നാരദരെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പാപ. ആ പാപം മാറണമെങ്കിൽ ഒരു 101 അല്ലെങ്കിൽ 108 പിന്നെ ഏത്തിടുക. പിന്നെ പറയാൻ പാടില്ല നാരദർ ഏഷണിക്കാരാണെന്ന് പറയരുത്. പറഞ്ഞാൽ പോയി. അത് കഴിഞ്ഞിട്ട് 81ാമത്തെ ശ്ലോകം പറയണു. തത്രായയൂ ഷോഡശവാർഷിക സദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ദി ചന്ദ്രമാം കഥാവസാനേ നിജലാഭപൂർണ പ്രേംണാ ഭടൻ ഭാഗവതം ശനേ ശനേ. അതായത് സംസാരഭ്രാന്തി ഇല്ലാതെ ഉണ്ടാക്കുന്ന മഹോത്തരമായിട്ടുള്ള
പ്രവചനങ്ങളാണ് ഇതിൽ ഭാഗവത്തിൽ. തത്രായയോ ഷോഡശവാർഷികസ്തദാ 16 വയസ്സുകാരനാണ്. വ്യാസാത്മജോ ജ്ഞാനമഹാപ്തി ചന്ദ്രമാം കഥാവസാനേ നിജലാഭപൂർണ പ്രേംണാ പഠൻ ഭാഗവതം ഷണേ ഷണേ. യോഗമാഹാത്മ്യം നിമിത്തം എപ്പോഴും 16 വയസ്സാണെന്ന് തോന്നിക്കുന്ന മനോഹര ആകൃതിയോട് കൂടിയവനാണ് ആരെ? ശുഖബ്രഹ്മർഷി. 16 വയസ്സിൽ താഴെയും പോയിട്ടില്ല. 16 വയസ്സായിട്ടൊരു കുട്ടിയായിട്ടാണ് ഹോമകുണ്ടത്തിൽ നിന്ന് നീട്ടു വരുന്നത്. അപ്പോൾ ഇദ്ദേഹം പ്രാതസന്ധ്യയെ ബഹുമാനിച്ചുകൊണ്ട് ഗായത്രി ജപിച്ച് ഹോമകുണ്ടത്തിൽ തെരിയുന്ന അഗ്നിയെ നോക്കി പ്രാർത്ഥനാനിർഭരനായിട്ടിരിക്കുമ്പോഴാണ് കൃതാജി എന്നുള്ള ഒരു ദേവവനിത ഒരു തത്തയുടെ രൂപത്തിൽ വന്ന് നിന്നു എന്നൊക്കെയാണ് കഥ പറയാം. അതുകൊണ്ടാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഇന്ദ്രിയം സ്കലിച്ചു എന്നും അത് ഹോമകുണ്ടത്തിൽ വീണപ്പോൾ നമ്മളെപ്പോലെ അശുദ്ധാവല്ല, അത് പത്തരം മാറ്റ് തങ്കായിട്ട് മാറി പോലെ ഉള്ള ശുഖമുനിയായിട്ട് 16 വയസ്സ്. പിന്നെ അദ്ദേഹത്തിന് പ്രായം 17 ആവില്ല, 15 1 മുതൽ 15 ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡിവൈൻ ഐസ് വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ. നമ്മുടെ ലൗകിക കണ്ണുകളെ കൊണ്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ യോഗമാഹാത്മ്യം നിമിത്തം എപ്പോഴും 16 വയസ്സാണെന്ന് തോന്നിക്കുന്ന മനോഹരാകൃതിയോടുകൂടിയവനും ജ്ഞാനമാകുന്ന മഹാസമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്ന ചന്ദ്രനും. ഈ ചന്ദ്രൻ്റെ ആരോഹണം അവരോഹണം ആണ് ഈ കടൽ സമുദ്രത്തിൽ വേലിയേറ്റങ്ങളെ നിയന്ത്രിക്കുന്നത്. അതൊരു സയൻസാണോ? അതെ, ശാസ്ത്രമാണ്. അത് നമ്മൾക്കറിയാലോ. അപ്പോൾ പുരാണത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ഭാഗവതത്തിന് നമ്മൾ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? നമ്മൾക്ക് അത്രേ ബുദ്ധിയുള്ളൂ, അതന്നെ. അപ്പോൾ ജ്ഞാനമാകുന്ന മഹാസമുദ്രം എന്നാ, ഉപ്പുവെള്ളം എന്നല്ല പറഞ്ഞത്, മഹാസമുദ്രം പുഷ്ടിപ്പെടുത്തുന്ന ചന്ദ്രനും ആത്മാനന്ദത്താൽ നിത്യതൃപ്തനുമായ വ്യാസപുത്രൻ. അപ്പോൾ നിത്യതൃപ്തൻ എങ്ങനെയായിരിക്കണത്? ആനന്ദം, ആത്മാവിനാൽ ആനന്ദം അനുഭവിക്കാം. അദ്വൈതമായിരിക്കുന്ന ആത്മാവാണ് ഏക ഈശ്വരൻ. ആ ഏക ഈശ്വരൻ ത്രിവിധമായി പിരിഞ്ഞതിൽ 3 കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഏത്? സൃഷ്ടി, പരിപാലനം, ലയനം. അപ്പോൾ പരിപാലനമാണ് തമോഗുണം. അപ്പോൾ അവരെ പരിരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതാണ് വൈഷ്ണവ ചിത്തം. അപ്പോൾ സൃഷ്ടിയാണ് ബ്രഹ്മാവിൻ്റെ, അതാണ് ഈ സാത്വികം. അപ്പോൾ ഇവിടെ പറഞ്ഞു വ്യാസപുത്രൻ കഥാപ്രസംഗത്തിൽ പ്രേമാധിക്യം നിമിത്തം ഭാഗവതത്തെ മന്ദം മന്ദം ഉച്ചരിച്ചും കൊണ്ട് അവിടെ ആഗമിച്ചു. നാരായണ ജയ 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 നാരായണ, ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അടുത്ത ശ്ലോകം 82. ദൃഷ്ട്വാ സദസ്യാ പരമോരു തേജസം സദ്യസമുദ്ധായ ദദുർമഹാസനം പ്രീത്യാ സുരർഷിസ്തം അപൂജയത് സുഖം സ്ഥിതോ അവതത് സംസൃണാദാ അമലാം ഗിരം. ദൃഷ്ട്വാ സദസ്യാ പരമോരു തേജസം സദ്യസമുദ്ധായ തദുർമഹാസനം പ്രീത്യാ സുരർഷിസ്തമപൂജയൽ സുഖം സ്ഥിതോ അവതത് സംശൃണുതാമലമാം ഗിരം. എന്താ അതിനർത്ഥം പറയുന്നുണ്ട്. പരമോത്കൃഷ്ടവും മഹത്വമായ തേജസ്സോടുകൂടിയ ശ്രീ ശുഖമുനിയെ കണ്ടിട്ട് സദസ്സിലുള്ളവർ പെട്ടെന്ന് ആസനങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ ആരും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വരുന്ന മഹാനുഭാവൻ്റെ തേജസ് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കൂട്ടത്തിൽ കണ്ണടച്ച് അഞ്ജലിബന്ധം ചെയ്തു വന്ന മഹാനെ. അതാണ് ദൃഷ്ട്വാസദസ്യ പരമോരു തേജസം സദ്യസമുദ്ധായ ദുർമഹാസനം പ്രീത്യാ സുരർഷിസ്തം അപൂജയത് സുഖം സ്ഥിതോ അവതത് സംസൃണതാമലാം ഗിരം. അവ പറഞ്ഞു അദ്ദേഹത്തിന് ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റു സർവോത്തമമായൊരു
ആ സിംഹാസനം ഇരിക്കാൻ വേണ്ടി കൊടുത്തു. ദേവർഷിയായ നാരദരെ പൂജിച്ചു. ആരേനെ? ഈ ശുഗമുനിനെ. സുഖമാകും വണ്ണം അതിന്മേലിരിക്കുന്ന സുഖമുനി അവരോട് പറഞ്ഞ പരിശുദ്ധമായ വാക്കിനെ നിങ്ങൾ കേൾക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് 83-ാമത്തെ ശ്ലോകം. അവിടെ നിർത്താം. ഭാഗ്യകാരം പിന്നെ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.